സോക്കയിൽ നമ്മുടെ വേൾഡ് കപ്പ് ടീം മുഴുവനും വന്നിട്ടുണ്ട്. നമ്മുടെ ഒരു വലിയ കോൺഫിഡൻസ് ആണ് ഇത്. നമ്മൾ 20-ാം തീയതി ഇവിടെ ഇങ്ങനെ നിരത്തി നിർത്തും അല്ലെ? അതെ, മുഴുവനില്ല. ഫൈസൽ ഹംസയുണ്ട്, സൗമേഷ് ഉണ്ട്, റിജിലുണ്ട്, നമുക്ക് ആരെ വേണമെങ്കിലും. അപ്പൊ 20-ാം തീയതി നമ്മളിവിടെ ഇങ്ങനെ നിരത്തി നിർത്തും. ആരുണ്ട് ചോദിക്കാൻ എന്ന് ഞങ്ങള് ചോദിക്കും അല്ലെ? അപ്പോ ഓക്കെ, അപ്പൊ 20-ാം തീയതി ആവട്ടെ. അതിനു മുമ്പ് നമുക്കിപ്പോ ഇന്നത്തെ കാര്യം പറയാം. പറഞ്ഞോ, ഞാൻ എന്ത് പറയാനാ. ഓക്കെ, അപ്പൊ ഏതായാലും ഇംഗ്ലണ്ട് എതിരാളികളാകുമ്പോൾ അതിനൊരു വൈര്യം, ഒരു ആവേശം കുറച്ചുകൂടി കൂടി. ഇപ്പോൾ വാഗ്വാദങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ ഇന്നത്തെ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു മധ്യനിരയിലെ കളിയായിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? കാരണം ഒരു അതിവേഗ നീക്കങ്ങളായിരിക്കില്ലേ ഇംഗ്ലണ്ടിന്റെ ഭാഗത്തുണ്ടാവുക? മധ്യനിരയിൽ കളി പിടിക്കാൻ അർജന്റീനയും ശ്രമിക്കും, അതല്ലേ സാധ്യത? ഉറപ്പായിട്ടും ഒന്ന് സ്കലോണിയുടെ ടാക്ടിക്സ് ഏത് രീതിയിലായിരിക്കുന്നു? പ്രത്യേകിച്ച് ഡിഫൻസീവ്ലി നല്ല സ്ട്രോങ് ഉള്ള സിമ്യൂണി അടക്കമുള്ള താരങ്ങൾ ഇതുവരെ പ്രോപ്പറായിട്ട് പരീക്ഷിക്കാൻ സ്കലോണി തയ്യാറായിട്ടില്ല എന്നുള്ളത്. എല്ലാം ഒരു സെമി പോലത്തെ ഒരു നിർണായക മാച്ചിലേക്ക്, ഒരു 7 മത്സരത്തിന് ശേഷമുള്ള സെമി പോലെ ഒരു നിർണായക മത്സരത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് അവിടെ ഇംഗ്ലണ്ടിന്റെ വേഗക്കാരായ വിങ്ങേഴ്സിനെ, സാക്കയെയും ആന്റണി ഗോർഡനെയും ബെല്ലിംഗാമിനെയും ഒക്കെ പൂട്ടണമെങ്കിൽ കൃത്യമായി ഡിഫൻസീവ് ഡിസിപ്ലിൻ സൂക്ഷിച്ചേ തീരൂ, ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും പൊട്ടുന്നുള്ള കാര്യം. അർജന്റീനയുടെ ഡിഫൻസ് ആ രീതിയിൽ ഗംഭീരമായിട്ടില്ല ഈ ടൂർണമെന്റിൽ എന്നുള്ള എവിടെ അടക്കം, സ്വിറ്റ്സർലൻഡ് അടക്കം, ഈജിപ്ത് അടക്കം കൃത്യമായിട്ട് പണി കൊടുത്തൊരു ഡിഫൻസാണ് അർജന്റീനയ്ക്കുള്ളത്. അപ്പോൾ ഡിഫൻസീവ് ഡിസിപ്ലിൻ ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് ഇന്ന് ലിയാൻഡ്രോ പാരഡസിനായിരിക്കും കുറച്ചധികം പണി ഉണ്ടാകുക എന്നുള്ളതും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ടൂർണമെന്റ് ആദ്യമായിട്ട് ഒരു യൂറോപ്യൻ രാജ്യത്തിനെതിരെ കളിക്കാൻ പോവുകയാണ് എന്നുള്ളൊരു സംഭവം കൂടിയില്ലേ? സ്വിറ്റ്സർലൻഡ് ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ടോ എന്നുള്ളതാണ് ഇന്ന് പരീക്ഷിക്കാൻ പോകുന്നത്. തീർച്ചയായും ഫാൻസ് ഇല്ല. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചുണ്ട്. ഡേവിഡ് ബെക്കാമും ഉണ്ടാക്കി കൊടുത്ത ഒരു അല്ല, അത് തന്നെയാണ് ഞാൻ പറയാൻ വന്നൊരു കൗതുകം എന്ന് പറയുന്നത്. ഇന്നത്തെ മത്സരത്തിൽ ഡേവിഡ് ബെക്കാം ആർക്ക് വേണ്ടി കൈയടിക്കുമെന്നുള്ളതാണ്. ഡേവിഡ് ബെക്കാം എന്ന് പറയുന്നത് ലയണൽ മെസ്സിയുടെ ഏറ്റവും സുഹൃത്താണ്. അദ്ദേഹത്തെ അമേരിക്കയിലേക്ക് കൊണ്ടുവന്ന് മേജർ ലീഗ് സോക്കറിന്റെ ഭാഗമാക്കുന്നതും ഇന്റർ മയാമിയിൽ അംഗത്വം കൊടുക്കുന്നതും ബെക്കാമാണ്. അദ്ദേഹത്തിന്റെ ടീമാണ് അർജന്റീനയ്ക്കാണ് സാധ്യത എന്ന് ബെക്കാം തന്നെ പറയുന്നത്. അപ്പോൾ സാധാരണ എല്ലാ മത്സരത്തിലും സിമിയോണിയും ബെക്കാമും ഉണ്ടാവാറുണ്ട്. ഇന്ന് അവർ വരുമ്പോൾ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. 98 വേൾഡ് കപ്പില് ബെക്കാമിന് റെഡ് കാർഡ് വാങ്ങിച്ചു കൊടുത്ത ആളാണ് സിമിയോണി എന്ന് പറയുന്നത്. തിരിച്ച് 2002 വരുമ്പോൾ ഒരു ഗംഭീരമായ പെനൽറ്റി, സാധാരണ വളരെ ഫ്രീ ആയിട്ട് കൂളായിട്ട് കിക്ക് എടുക്കുന്ന ബെക്കാമിനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. വളരെ വശ്യമായ കിക്കുകൾ നമ്മൾ അടിച്ച് സെന്ററിലേക്ക് അടിച്ച് കയറ്റാണ് ഡേവിഡ് ബെക്കാം എന്ന് പറയുന്നത്. അത്തരത്തിൽ ഒരുപാട് വൈരങ്ങളുടെ കഥയും ഇതിനകത്ത് പറയാനുണ്ട്. 66 നൂറ്റാണ്ടിലെ മോഷണം എന്നാണ് അർജന്റീനക്കാർ ആ മത്സരത്തിൽ. അത് കാരണം അർജന്റീന ക്യാപ്റ്റനെ ഫൗൾ ചെയ്യപ്പെടുന്നു. അദ്ദേഹത്തിന് ഭാഷ അറിയില്ല, ജർമ്മൻ ഭാഷ അറിയില്ല, മറ്റൊരു ഭാഷ എന്താണ് സംഭവിച്ചെന്ന് അറിയില്ല. അദ്ദേഹം അവർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. അവസാനം എലിസബത്ത് രാജ്ഞി വരേണ്ട ഘട്ടത്തിൽ അവർക്ക് വേണ്ടി വിരിച്ചിരുന്ന ചുവപ്പ് വരാനി പോയി എന്ന് അദ്ദേഹം കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പോകുന്ന പോക്കിൽ ബ്രിട്ടന്റെ പതാക അദ്ദേഹം ഞെരിച്ചമർത്തുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വലിയ പ്രതിഷേധങ്ങൾ കണ്ടൊരു മത്സരമാണ് 1966. അത് ഹെസ്റ്റിന്റെ ഗോളിൽ സിംഗിൾ ഗോൾ ജയിച്ച് കയറുന്നു 10 മിനിറ്റോളം. അപ്പോൾ അത് വഴിത്തിരിവ് ഉണ്ടാകുന്നു. അതിനുശേഷമാണ് ഈ ചുവപ്പ് മഞ്ഞ കാർഡ് ചിന്ത തന്നെ വരുന്നത്. അതായത് ആർക്ക് വേണമെങ്കിലും മനസ്സിലാക്കാവുന്ന രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് വന്നത്. അങ്ങനെ ചരിത്രപരമായ പ്രാധാന്യമുണ്ട് അർജന്റീന ഇംഗ്ലണ്ട് മത്സരം. 86 തന്നെ നോക്കുക. അതിനു മുൻപ് 82 യുദ്ധം വന്നത്. ആ യുദ്ധത്തിന് ശേഷമുള്ള മത്സരം എന്നുള്ള രീതിയിലുള്ള വീറും വാശിയും കൂടി ദൈവത്തിന്റെ ഗോള് അവർക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നതാണ് മറഡോണ പറഞ്ഞത്. ആൾക്കാർ യുദ്ധത്തിന് വേണ്ടി മരിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് മറഡോണ കളിക്കുന്നത്, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജയിക്കുമെന്നുള്ളതാണ് കൃത്യമായിട്ട് മറഡോണ പറഞ്ഞിരുന്നു. അത് അദ്ദേഹം നടപ്പിലാക്കുകയും ചെയ്തു. ഏകദേശം ഒറ്റയ്ക്കാണ് ഒരു ക്വാർട്ടർ മത്സരം മറഡോണ സ്വന്തമാക്കുന്നുള്ളതാണ്. അത്രയും സമ്പൂർണ്ണമായ ഇംഗ്ലണ്ട് നിരക്കെതിരെയാണ് കളിച്ചിട്ടുള്ളത്. അതായത് ഷിൽട്ടണൊക്കെ ആ വിധം കബളിപ്പിച്ച ടീം ഏതാണ് അത് നോക്കട്ടെ. ഈ ആരാധന അവിടെ നിൽക്കട്ടെ. ടീം ഏതാണ്? ടീം ബെറ്റർ ടീം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ പ്ലെയറെയും എടുത്ത് നോക്കുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇംഗ്ലണ്ടാണ് ബെറ്റർ ടീം എന്ന് പറയാം. പക്ഷേ അവിടെ വേറൊരു കാര്യമുള്ളത്, ഇംഗ്ലീഷ് താരങ്ങൾക്കില്ലാത്ത ഒരു ഒത്തൊരുമ, സ്പിരിറ്റ് അത് അർജന്റീനയ്ക്കുണ്ട്. അത് കഴിഞ്ഞ കളിക്ക് അത് തോൽക്കാൻ അവർ തയ്യാറല്ല. ഈജിപ്തിനെതിരെ 2 ഗോളിന് പിന്നിൽ നിന്നതിന് ശേഷം തിരിച്ചു വരുന്നു. കേപ്പ് വർത്തിയോട് ഇങ്ങനെ മുട്ടി നിൽക്കുന്നു. അതുപോലെ തന്നെ സ്വിറ്റ്സർലാൻഡിനെതിരെ ആയാലും അവസാനം 2 ഗോൾ അടിച്ച് വിജയിക്കുന്നു. ഞങ്ങൾ ഇനിയിപ്പോൾ ഒരു 5 ഗോളിന് പിന്നിലാണെങ്കിലും തോൽക്കാൻ തയ്യാറല്ല എന്നൊരു മെന്റാലിറ്റി. അവർ ഓരോ താരങ്ങളും ഇത് മെസ്സിക്ക് കൂടി വേണ്ടിയാണ് കളിക്കുന്നത് എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. മറുവശത്ത് പക്ഷേ ആ പരിശീലകനെ നമുക്ക് എന്തായാലും അങ്ങനെ നിസ്സാരമായി കാണാൻ വരുമ്പോഴേ ഇംഗ്ലണ്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ലോകകപ്പിൽ നമ്മൾ എവിടെ വെച്ചാണോ ഈ ലോകകപ്പിൽ ഏറ്റവും ആവശ്യകരമായ മത്സരം പറഞ്ഞു തുടങ്ങിയത്, അത് ഇംഗ്ലണ്ട് മെക്സിക്കോ മത്സരമാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കാരണം 10 പേരായി ചുരുങ്ങിയതിന് ശേഷമാണ് ഇംഗ്ലണ്ട് ദീർഘനേരം പിടിച്ചു നിന്നിട്ടാണ് അവിടെ പോയി തോൽപ്പിക്കുക എന്ന് പറയുന്നത് അതിനിസ്സാരമായ എന്നുള്ള പ്രയോഗം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ദൈവത്തിന്റെ കൈ പിറന്ന വിവാദ പിറന്ന അതേ സ്റ്റേഡിയത്തിലാണ് അവരുടെ തട്ടകത്തിൽ പോയിട്ടാണ് ഇംഗ്ലണ്ട് തോൽപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇംഗ്ലണ്ട് കാഴ്ചവെക്കുന്ന ഗെയിം എന്ന് പറയുന്നത് അവർ ഇൻഡിവിജ്വൽ ഗെയിം അല്ല, അവരൊരു ടോപ്പ് ക്ലാസ്
ടീം ഗെയിം കാഴ്ചവെക്കുന്നു എന്നുള്ളത്. ഒരു പ്രശ്നം ഇത് നിർണായക ടൂർണമെന്റുകൾ വരുമ്പോൾ നമുക്ക് 66-ലാണ് നിർണായക ടൂർണമെന്റിൽ അതിൽ നിർണായക ഘട്ടം വരുമ്പോൾ ക്വാർട്ടറിലേക്കും സെമിയിലേക്കും ഒക്കെ എത്തുമ്പോൾ അവിടെ കൊണ്ടുപോയി അങ്ങ് കലമുട. 2018 ക്രൊയേഷ്യയോട് തോക്കുന്നു. അതേപോലെ 2 യൂറോ കപ്പ് ഫൈനൽ കളിച്ച ടീമാണ് കഴിഞ്ഞ 8 വർഷത്തിനിടെ. പക്ഷേ 2 തോറ്റു പോകുന്നു. ഇതാണ് അവരെ സംബന്ധിച്ച് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച്. നന്നായിട്ട് കളിക്കുന്ന അർജന്റീനയെ പേടിക്കേണ്ട. അർജന്റീന അവസാന നിമിഷം കൊണ്ടുപോയി കലമുടയ്ക്കും. മോശമായി കളിക്കുന്ന അർജന്റീന ഉറപ്പായിട്ടും കപ്പടിക്കും. അതിപ്പോൾ കഴിഞ്ഞ കുറേ കോപ്പ ഉൾപ്പെടെയുള്ള രീതിയിൽ നമ്മൾ കണ്ടു. ഈ ടൂർണമെന്റിലേക്ക് വരുമ്പോഴും ഗ്രൂപ്പ് വലിയ കുഴപ്പമില്ലാതെ കൈമാറിയെങ്കിലും പിന്നീട് റൗണ്ട് ഓഫ് 32 മുതൽ ഓരോ മത്സരവും അർജന്റീനയ്ക്ക് അഗ്നി പരീക്ഷണമാണ്. തോൽക്കുമെന്ന് ഉറപ്പിച്ച് ആരാധകർക്ക് അങ്ങേയറ്റം ബിപിയും ടെൻഷനൊക്കെ കൊടുത്ത ശേഷമാണ് അവസാന നിമിഷങ്ങൾ അതിൽ 2 മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് പോയി. അങ്ങനെയാണ് അർജന്റീന വിജയിച്ചിരുന്നത്. ആ അർജന്റീനയെ ഉറപ്പായിട്ടും പേടിക്കണമെന്നുള്ളത്. ഈ പകുതിക്ക് ശേഷം ഹാഫ് ടൈമിന് ശേഷം അല്ലെങ്കിൽ ഒരു 60 മിനിറ്റ് 70 മിനിറ്റിനൊക്കെ ശേഷം സ്കാലോണി എന്ത് മാറ്റമാണ് കൊണ്ടുവരിക എന്നുള്ളത്. കഴിഞ്ഞ മത്സരത്തിലൊക്കെ സ്വിറ്റ്സർലൻഡിനെതിരെ കൊണ്ടുവന്ന മാറ്റങ്ങളെയൊക്കെ പലരും നമ്മളെ പോലെയുള്ള ആരാധകരൊക്കെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ആഴ്സൺ വെംഗറെ പോലെയുള്ള ഒരു പരിശീലകൻ പറയുന്നത് എന്താണ്, അത് അദ്ദേഹത്തിന്റെ ബ്രില്യൻസ് ആണ് എന്നാണ്. ആ പരിശീലകന്റെ അതായത് സ്കാലോണിയുടെ ബ്രില്യൻസ് ആണ് മൈതാനത്ത് കണ്ടത്, അതിനുള്ള റിസൾട്ടാണ് ഉണ്ടായത് എന്നതാണ്. ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇപ്പം ഈ ഇന്നലെ നടന്ന മത്സരമാണെങ്കിലും അതും അർജന്റീനയ്ക്ക് വേണ്ടിയിട്ടാണെന്നുള്ള ഒരു ആരോപണം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അടുത്തത് ഇനി വരുന്ന മാച്ചിന്റെ റഫറി എൽഫാത്തെ, അദ്ദേഹം നിയന്ത്രിച്ച ഒരു മത്സരവും മെസ്സി തോറ്റിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഈ ഗൂഢാലോചന സിദ്ധാന്തം ഓരോ ദിവസം കഴിയുമ്പോഴെങ്കിലും കൂടി വരാണല്ലോ. ഈ ഫിഫയുടെ ഫുൾ ഫോം എന്നുള്ളത് ഇപ്പോൾ മാറ്റി എഴുതപ്പെട്ടിരിക്കുന്നുണ്ട് ഫുട്ബോൾ ലോകത്ത്. എന്താണെന്നറിയാം, ഫിക്സ് ഇറ്റ് ഫോർ അർജന്റീന എന്നതാണ് അത്ര ആരാധക വിമർശകർ ഉണ്ടെങ്കിൽ. ഇനിയിപ്പോൾ ഇന്നത്തെ മത്സരം ജയിച്ചാലും അർജന്റീന ടീം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വിമർശനം അതായിരിക്കും, ഇത് ഫിഫ ജയിപ്പിച്ചതാണ്. പക്ഷേ എങ്ങനെയാണ് ഈ ഫിഫയ്ക്ക് ഈ ലോകകപ്പിൽ ഒരു ടീമിനെ ജയിപ്പിക്കാൻ കഴിയുന്നുള്ളത് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല. ഫിഫ എന്ന് പറയുന്നത് 211 അംഗരാജ്യങ്ങളുള്ള, അതായത് ഒരുപക്ഷെ UN-നെക്കാളും വലിയ സംഘടനയാണ് ഫിഫ എന്ന് പറയുന്നത്. അപ്പോൾ 215 അംഗരാജ്യങ്ങൾ, അതിൽ ഫിഫ കൗൺസിൽ ഉണ്ട്, ഫിഫ കോൺഗ്രസ് ഉണ്ട്. ഫിഫ കൗൺസിൽ എന്ന് പറയുന്നത് ഫിഫ കോൺഗ്രസ് ചേരാത്ത അവസരങ്ങളിൽ ഫിഫയിലെ 87 അംഗങ്ങൾ ചേർന്ന് തീരുമാനമെടുക്കുന്ന ഒരു സംവിധാനമാണ് ഫിഫ എന്ന് പറയുന്നത്. അപ്പോൾ അതിനേക്ക് വരികയാണെങ്കിൽ അവിടെ എങ്ങനെയാണ് ഒരു അർജന്റീനയ്ക്ക് എവിടെ കൊണ്ടാണ് ഈ പൈസ കൊടുക്കാൻ പറ്റുക? റഫറി സിസ്റ്റം നോക്കുകയാണെങ്കിൽ 50 രാജ്യങ്ങളിലെ റഫറിമാരാണ്. ഈ പൈസ കൊടുക്കുന്നല്ലോ, ഈ പൈസ കൊടുക്കുന്നുണ്ട് ഫിഫ എന്നുള്ള സംഘടനയുടെ സാമ്പത്തികം എത്രത്തോളം ഉണ്ടെന്ന് അറിയാം. ആരെങ്കിലും ഈ കടലിൽ കൊണ്ടുപോയി കായം കലക്കും. അല്ല, പൈസ എന്നുള്ളതല്ല, ഇതിന് വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ട് അർജന്റീന. അങ്ങനെയാണെങ്കിൽ പോർച്ചുഗലിന് എന്താ വ്യൂവർഷിപ്പ് ഇല്ലേ? ബ്രസീലിനെ ജയിപ്പിച്ചാൽ മതിയായിരുന്നു. ഇത് നെതർലൻഡ്സ് ആണ്, സ്പെയിനാണ്. എന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് മുന്നുള്ള ഒരു തലമുറയാണ്, അത് അംഗീകരിക്കുന്നതിൽ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. മറഡോണയെ കണ്ടു തുടങ്ങിയ ഒരു സ്നേഹമാണ് അർജന്റീനയോട്. അത് എല്ലാ കാലത്തും എന്തുകൊണ്ട് ഇവിടെ അർജന്റീനയ്ക്ക് ഇത്ര ഫാൻസ് വന്നെന്ന് വെച്ചാൽ അത് സത്യം മറഡോണയാണ്. പിന്നീട് ആ പാരമ്പര്യം പേരുന്ന ബാറ്റിസ്റ്റൂട്ടെ പോലെയുള്ള ഓർട്ടേഗയെ പോലെയുള്ള താരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ആ പ്രണയം നിർത്തി പിന്നെ അവർക്ക് വേണ്ടി ആഘോഷിക്കാൻ ഒരു മെസ്സി വന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരുടെയും ഉള്ളിൽ അർജന്റീനയെ മാത്രം നിർത്തിയാൽ വ്യൂവർഷിപ്പ് കിട്ടുമോ? കാരണം അവിടെ എന്തായാലും പോർച്ചുഗൽ വേണ്ടേ, ബ്രസീൽ വേണ്ടേ, ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഈ സംഘങ്ങളൊക്കെ അവിടെ വേണ്ടേ. ഫ്രാൻസെങ്കിലും വേണ്ടിയിരുന്നില്ലേ? അതെ, ഫ്രാൻസിനെ കൊണ്ടുപോയി സെമിയിൽ തോൽപ്പിക്കുമോ? ഓക്കെ, അല്ല, സിമ്പിൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ അർജന്റീനയ്ക്ക് ചെറിയ ടീമുകൾ കൊടുക്കുന്നു. ഇപ്പോഴാണ് ഒരു വലിയ ടീം വരുന്നു. ഇപ്പോൾ പോർച്ചുഗൽ അല്ലെങ്കിൽ ബ്രസീൽ അടക്കമുള്ള ടീമുകൾ വിജയിച്ചു വന്നിരുന്നെങ്കിൽ അർജന്റീനയ്ക്ക് അവരെ നേരിടാമായിരുന്നു. അല്ല, എന്നുള്ളതാണ് പ്രധാനം. റൗണ്ട് ഓഫ് 32 ഒന്നുകിൽ സ്പെയിൻ അല്ലെങ്കിൽ ഉറുഗ്വായ്, ഈ 2 ടീമുകളിൽ ഏതെങ്കിലും ഒന്നായിരുന്നു അർജന്റീനയ്ക്ക് എതിരായി വരേണ്ടിയിരുന്നത്. ഇനിയിപ്പോൾ റൗണ്ട് ഓഫ് 16 വരികയാണെങ്കിൽ, പ്രീ ക്വാർട്ടറിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഈജിപ്ത്, ഓസ്ട്രേലിയ തുടങ്ങിയ ടീമുകളാണ്. അതും കഴിഞ്ഞു വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ പോർച്ചുഗൽ, കൊളംബിയ ടീമുകളായിരുന്നു എതിരാളികളായി വരേണ്ടത്. അതെ, അതുകൊണ്ട് വരാൻ പറ്റും. ഞാൻ വേദനിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു പറയാതിരുന്നാണ്. അപ്പൊ നമുക്ക് വൈൻഡ് ചെയ്താലോ? അല്ല, ആളുകളൊക്കെ വിചാരിക്കുന്നത് എല്ലാം കുറെ അർജന്റീന ഫാൻസ് ഇന്നത്തെ സ്ക്വാഡ് വെച്ച് നോക്കുമ്പോൾ, ഡെപ്ത് വെച്ച് നോക്കുമ്പോൾ ഉറപ്പായിട്ടും ഇംഗ്ലണ്ട് തന്നെയാണ് ടീമാണ് ആദ്യത എന്ന് പറയുന്നത്. എല്ലാ പൊസിഷൻ ബേസ് നോക്കുമ്പോൾ അർജന്റീനയ്ക്ക് അനുകൂലമായി ഈ ചാമ്പ്യന്മാരെ ഒരു കാര്യം കൂടി പറയാം. ഇന്ന് മെസ്സിയെ കൂട്ടിയാലും മെസ്സി ഗോൾ അടിക്കണമെന്നില്ല. കഴിഞ്ഞ 8 ഗോൾ അടിച്ച മത്സരങ്ങൾക്ക് ശേഷം അതേ ഗോൾ അടിക്കാത്ത മത്സരത്തിൽ 3 പേർ അർജന്റീനയ്ക്ക് വേണ്ടി ഗോൾ അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മെസ്സിക്ക് വേണ്ടി നേരത്തെ മലപ്പുറത്ത് പറഞ്ഞ രസകരമായിട്ടൊരു പ്രയോഗമാണ്. മെസ്സിയുടെ കെയർ ഓഫിൽ മറ്റൊരാൾ ഗോൾ അടിച്ചുകൊണ്ട്, കാരണം മെസ്സി പിടിക്കുമ്പോൾ ഒരു 3 പേര് അവിടെ പോകുമ്പോൾ മെസ്സി ഫ്രീ ആയി ബാക്കിയുള്ള താരങ്ങൾ, ഇപ്പോൾ അൽവാരസ് ആയാലും ലൗതാരായാലും ഒക്കെ ലോകോത്തര സ്ട്രൈക്കർമാരാണ്. ലൗതാരയും അൽവാരസും പട്ടികയിൽ ഇടം പിടിച്ചു എന്നുള്ള അവർക്ക് വലിയൊരു കോൺഫിഡൻസ് നൽകും. ഒരു ബ്രേക്ക് എടുത്തോണ്ട്. അപ്പൊ ശരി, അപ്പൊ നമ്മൾ ഇവര് വിട്ടാൽ നിൽക്കില്ല. അതുകൊണ്ടാണ് അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇനി കടുത്ത മത്സരം ഒന്നുകൂടി കാണാനിരിക്കുന്നു. ശേഷം നമ്മൾ ഫൈനലും കാണാനിരിക്കുന്നു. സോക്കർ സാഗയിൽ പ്രിയ പ്രേക്ഷകർ എല്ലാവരും തുടരണം. ഇന്നത്തേക്ക് അവസാനിപ്പിക്കുകയാണ്.